നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മറിക്കുന്ന ഒരു വീഡിയോ ആണ്. ഷോപ്പ് തരുന്നത് കേരളത്തിനുള്ളിലായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഷോപ്പ് ഈ ഷെൽമി ചേച്ചിയോ ഇതില് പങ്കാളിയല്ല. ഫസ്റ്റ് ഫ്ലോർ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇവിടുന്നാണ് നമ്മുടെ തുടക്കം. ഇവിടുന്നാണ് ഗിഫ്റ്റും. ഒരു കൊച്ചു മുതലാളിയാവും. നിങ്ങളൊരു പുതിയ ബൊട്ടിക്കിന്റെ ഓണറാവും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. സാധാരണ എറണാകുളം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ളത് ഡ്രസ്സ് ഇത്രയും വിലക്കുറവുണ്ട്, അതാണ് ഇതാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മറിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഒരു ബുട്ടിക്കാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് കയ്യിൽ കിട്ടുക. അപ്പോൾ ഒരാൾക്ക് അതും ബുട്ടിക്ക് ഫ്രീ ആയിട്ട് കിട്ടാന്ന് പറയുമ്പോൾ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണ്. നമ്മളൊരു ബിസിനസ് വുമൺ അല്ലെങ്കിൽ ബിസിനസ് മാനാവും. അപ്പോൾ ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കുക. കട ഉള്ളവരും മാത്രമല്ല, ഇല്ലാത്തവരും എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ എറണാകുളം മാർക്കറ്റിൽ എന്താ സംഭവിക്കണേ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോയാലോ, നമ്മുടെ ഒരു ധമാക്ക, നമ്മുടെ ഒരു സർപ്രൈസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയാലോ. ഈ സംഭവം നടക്കുന്നത് മൈ ഫാബ് ക്ലോത്തിങ്ങിലാണ്. അപ്പോൾ ഇത് ഒരു ഫ്ലോർ അല്ല, ആക്ച്വലി 4 ഫ്ലോർ മൊത്തമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം, എങ്ങനെയാണ് ഈ ബുട്ടിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ കാണിച്ചു തരാം. ഇതിൽ നിന്നല്ല 4 ഫ്ലോറിൽ നിന്ന് ഏതെങ്കിലും ഒരു പീസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുട്ടിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ ഇല്ലല്ല. അപ്പോൾ അത് കിട്ടും നമുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമുക്ക് ഇവരുടെ ഓണറിനെ എന്ന് വെച്ചാൽ മൈ ഫാബിലത്തെ ഫുൾ ഫാമിലി തന്നെ അവിടെ ഇരിക്കുന്നത്. ഹായ്, എന്താണ് വെൽക്കം ചെയ്യാനാണോ നിക്കണ എല്ലാരും? എല്ലാരും വെൽക്കം ചെയ്യാൻ ഒരു കാര്യമായിട്ട് നിക്കണ്ടല്ലോ. ഒരാൾക്ക് മാത്രം എന്താ ഷോള്? അന്നാ വേണ്ട, വേഗം ഊരിട്ടാന്ന് പബ്ലിക് മൊത്തം കാണൂട്ടാ. ഓക്കെ, ഇത് സംഭവം എന്തോ മാർക്കറ്റിൽ എന്തോ നടക്കുന്നുണ്ട്, എന്തോ സർപ്രൈസ് നടക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിയണം. അതിന് മുന്നേ ഇവിടെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ആളൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഇങ്ങനെ നിന്നത് കൂടെ നിക്ക്. കണ്ട ആരാന്ന് പറയാ, ഒരേ ചായ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഫുൾ ഫാമിലി ആണ് അല്ലേ? ഒരു മോനും കൂടി ഉണ്ട്. മോന് സ്കൂളിൽ പോയി. അപ്പൊ സാരില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പിടിക്കാം. അപ്പൊ ഇനി എന്താണ്, ഒരു ബുട്ടിക്ക് കിട്ടുന്നത് കൊണ്ട് മോളും കൂടി കൊണ്ടുവന്നില്ല. മോള് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സന്തോഷമാണ്. ഓക്കെ, ഞാൻ ഈ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഒരു ബുട്ടിക്ക് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ തരും, എങ്ങനെ കിട്ടും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സംശയങ്ങളില്ല. അപ്പൊ ഇത് മൊത്തം 4 ഫ്ലോറാണ്. 4 ഫ്ലോറിൽ നിറച്ച് എന്തായിരിക്കണേ? ലേഡീസിന്റെ ഡ്രസ്സ്, ടീനേജിന്റെ വെസ്റ്റേൺ വെയർസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിനെ കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾക്ക് അതൊന്നല്ല കേൾക്കാൻ ഇപ്പൊ താല്പര്യം. ഗിഫ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിന്ന് പറഞ്ഞാലോ കാര്യങ്ങള്. അതെ, വാ. ഇവരെ യൂണിഫോം ഒന്ന് ആദ്യം പറഞ്ഞു തന്നിട്ട് അവരെ വിടാം. പറയും, ഇത് ഇവിടുത്തെ യൂണിഫോം, ബുധനാഴ്ചത്തെ യൂണിഫോം. ഇവിടുത്തെ യൂണിഫോം നമ്മൾ ചെയ്തത് നമ്മളെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോഴത്തെ പുതിയ എന്താ പറയാ വെറൈറ്റി ആയിട്ടുള്ള നെക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് കുറച്ച് മുകളിലൊക്കെ ഉണ്ട്, അപ്പുറത്തുണ്ട്. ലാസ്റ്റ് നമ്മളെല്ലാരും കാണിക്കും. ലാസ്റ്റ് ഒന്ന് ചിരിച്ച് ഒന്ന് ഭംഗിയിലൊക്കെ നിൽക്കുക. എല്ലാരും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ വേഗം പോയിട്ട് ലിപ്സ്റ്റിക്കും. ഓക്കെ, അധികം വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, നമ്മുടെ കാര്യങ്ങൾക്ക് കിടക്കാം. എന്താ പറയാ, ക്ലീൻ ആയിട്ട് കാര്യം പറയാം, അധികം വലിച്ചു നീട്ടാണ്ട്. എന്താണ് നമുക്ക് ബുട്ടിക്ക് തരാനുള്ള ഒരു കാരണം? ഈ മാർക്കറ്റിലേക്ക് നമ്മൾ വന്നിട്ട് 1 വർഷമാകാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടാണ് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ ഇതിനു മുമ്പ് 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് കുറേ എൻക്വയറി വരും. ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹവും കഴിവുമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അവർക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കാറ് കൊടുക്കണോ, ഗോൾഡ് കൊടുക്കണോ, മൊബൈൽ കൊടുക്കണോ, അങ്ങനെ കുറേ ഓപ്ഷൻ വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒരു ബൊട്ടിക്ക് കൊടുക്കാം. ഒരു ബൊട്ടിക്ക് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും. അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ കുറച്ച് പേർക്ക് ജോലി കിട്ടും, ആ കിട്ടുന്ന ആൾക്കൊരു വരുമാനം കിട്ടും, പിന്നെ മാർക്കറ്റിലേക്ക് വരാൻ ഒരു പുതിയ ആളും കൂടി ആവും. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലായിടത്തും കണ്ടിട്ടുള്ള ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടിയോ കാറോ അത് ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാന്നൊക്കെ നമുക്ക് നറുക്കെടുപ്പിലൂടെ അങ്ങനെ. പക്ഷെ ഇവിടെ നറുക്കെടുപ്പിൽ നമുക്ക് കിട്ടാൻ പോണത് ഒരു സ്വന്തമായിട്ട് ഒരു ലൈഫ് മാറ്റിമറിക്കുന്ന, ഒരു ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. ബുട്ടിക്കാണ് കൊടുക്കാൻ പോണത്. അപ്പൊ ഇത് എങ്ങനെ കിട്ടും, എത്രാം തീയതി വരെയാണ്, എത്രാം തീയതി ആണ് ഇത് നമുക്ക് കയ്യിലേക്ക് എത്താം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും. അങ്ങനെ ആയിക്കോട്ടെ, ഒരു സ്ഥലത്ത് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാതായിരിക്കും ബെറ്റർ. സാധാരണ ഷെൽമി ചേച്ചി വരുമ്പോൾ ഷെൽമി ചേച്ചി ഞങ്ങൾ കുറേ കഷ്ടപ്പെടുത്തും, ഓടി നാട്ടന്ന് എല്ലാ പണിയൊക്കെ എടുപ്പിച്ച്. ഇന്ന് വളരെ സമാധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ ഷോപ്പുകാരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. പുതിയതായിട്ട് അപ്പോൾ എല്ലാ കസ്റ്റമറൊന്നും നമ്മുടെ കടയിൽ വന്നിട്ടില്ല, പക്ഷെ എല്ലാവർക്കും
ജൂൺ 25 മുതൽ ജൂലൈ 10 വരെ വന്ന് പർച്ചേസ് ചെയ്യാം. 10 വരെ കടക്കാർക്ക്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഷോപ്പുകാരെല്ലാവരും ഹോൾസെയിലായിട്ട് കുറേ ക്വാണ്ടിറ്റി ഒന്നും എടുക്കേണ്ട, ഒരു സെറ്റ് അടിച്ച് ബില്ലടിക്കുന്ന നമ്മുടെ കസ്റ്റമർ ആവുന്ന എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തും. അതിനു പുറമെ കട ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലേഡീസ്, ജെൻസ് ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കാം. അതിനുവേണ്ടി അവർ ചെയ്യേണ്ടത് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് മൈഫ ക്ലോത്തിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവർക്ക് വേണ്ടി സിംഗിൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു പീസ് ഡ്രസ്സ് മാത്രം, ഒരു സെറ്റല്ല, ഒരു പീസ്. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. സാധാരണ നമ്മൾ ഇത് ഹോൾസെയിൽ കടയാണ്. റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് ഇവിടെ കൊടുക്കാറില്ല, കൊടുക്കാനായിട്ട് ഉദ്ദേശവും ഇല്ല. പക്ഷെ ഇപ്പൊ റീറ്റെയിൽ ആയിട്ട് നമുക്ക് റീറ്റെയിൽ ഇല്ല, കടക്കാർക്ക് അല്ലെങ്കിൽ കട നടത്തുന്നവർക്ക് വേണ്ടി അല്ല, റീറ്റെയിൽ ഇല്ല. വീണ്ടും ക്ലിയർ ആയിട്ട് പറയാം. ഒരു മിനിറ്റ്. സാധാരണ കടക്കാർ എടുക്കുമ്പോൾ 4 പീസിന്റെ ഒരു സെറ്റ് ആയിട്ട് എടുക്കുക. അതില് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഒരു ഡിസൈനിൽ ഒരു മോഡലിൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ നമുക്കിത് ഒരൊറ്റ പീസായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പുതിയതായിട്ട് കട തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഷോപ്പില്ലാത്ത എല്ലാ ആളുകൾക്കും ഒരു പീസായിട്ട് പർച്ചേസ് ചെയ്ത്, പ്രീമിയം ഐറ്റം മാത്രമാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ലോ ക്വാളിറ്റി ഐറ്റം അല്ല. ഒരു പീസ് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് നമ്മുടെ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം. നമ്മൾ പബ്ലിക്കായിട്ട് ഒരു ഇവന്റ് നടത്തി ഗിഫ്റ്റായിട്ട് ഈ മാസം ജൂലൈ മാസം 20 ഈ ഗിഫ്റ്റ് ജൂലൈ മാസം 20 ഞായറാഴ്ച പബ്ലിക്കിൽ വെച്ചിട്ട്, പബ്ലിക്കിൽ ഒരാൾ തന്നെ നറുക്കെടുത്ത് ഈ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നതാണ്. എറണാകുളത്ത് ഈ ഗിഫ്റ്റ് കിട്ടുന്ന ആളാണെങ്കിൽ എറണാകുളത്ത് നമ്മളൊരു ഷോപ്പ് കൊടുക്കും. അല്ല, തൃശ്ശൂരുള്ള ആളാണെങ്കിൽ തൃശ്ശൂർ കൊടുക്കും. ഇനി എനിക്ക് പുറത്ത് പോയി ഷോപ്പൊന്നും ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പ് നടത്താനുള്ള ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് അവരുടെ വീട്ടിൽ തന്നെ ഐറ്റം എത്തിച്ച് അവർക്ക് ഇതിലേക്ക് വരാനുള്ള എല്ലാ സപ്പോർട്ടും, അവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഐറ്റം അവിടെ പാർസലായിട്ട് എത്തിച്ചു കൊടുക്കുന്നതും. എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർക്ക് ഇതിൽ പങ്കെടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഷോപ്പ് ഇല്ലാത്തവരും ഉള്ളവരും എല്ലാവർക്കും പങ്കെടുക്കാം. പക്ഷെ അവരുടെ ഉദ്ദേശം സെയിലായിരിക്കണം. ഷോപ്പ് അത് കാരണം നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു ബെറ്റർ ജോബ്, ഒരു നല്ല വരുമാനം എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഷോപ്പ് നടത്താൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ബിസിനസ്സിൽ വരാൻ താല്പര്യമുള്ളവരായിരിക്കണം. എനിക്കറിയാം ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. എന്നെ തന്നെ ഒരു ദിവസം ഒരുപാട് ആളുകൾ എൻക്വയറിക്ക് വേണ്ടി വിളിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഡിമാൻഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് പറ്റാറില്ല. എല്ലാവർക്കും കൂടി ഷോപ്പ് തരാൻ എനിക്ക് പറ്റില്ല, ഒരാൾക്ക് ഒരു ഷോപ്പ് ഞാൻ തരും. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ജൂൺ മാസമാണ് നടക്കുന്നത്. ഈ ജൂൺ മാസം ഞാൻ എന്ന് ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇടണോ, അങ്ങനെയാണോ? അല്ലെങ്കിൽ 25-ാം തീയതി ആണോ? 25-ാം തീയതി മുതൽ. അപ്പൊ 25-ാം തീയതി ആണ് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെയില് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും പറയാം, 25-ാം തീയതി ജൂൺ മാസം. അത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നമുക്ക് ജൂലൈ 10-ാം തീയതി അല്ലേ? ഷോപ്പുകാർക്ക് എന്ന് വെച്ചാൽ ഹോൾസെയിൽ ഷോപ്പുകാർക്ക് 10-ാം തീയതി, ജൂലൈ 10-ാം തീയതി വരെയും, ഷോപ്പ് എന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് 10-ാം തീയതി വരെയും, സിംഗിൾ പീസായിട്ട് പുതിയതായിട്ട് ഇതിലേക്ക് കടന്നു വരുന്നവർക്ക് 15-ാം തീയതി വരെയും ഷോപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനകത്ത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കും. അതിനകത്ത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം, വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഷോപ്പൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാകുമ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് മൊത്തത്തിൽ കാണാം, നമ്മുടെ ഷോപ്പ് കാണാം, ഐറ്റങ്ങൾ കാണാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. 2 ഷോപ്പ് ഉണ്ട്. ഒരെണ്ണം പ്രിൻസ് ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞിട്ട് ആ മൂലക്കുള്ള നമ്മുടെ കണ്ണായ കണ്ണ്, ഹാർട്ടായ, അതാണ് നമ്മുടെ ആ ഒരു സ്ഥലത്തും കൂടി ഷോപ്പ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് കുറച്ചുകൂടി ഓപ്പോസിറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ പേര് MNF ആർക്കേഡ് ബിൽഡിംഗിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മൈ ഫാബ്. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 4 ഫ്ലോർ മൊത്തം മൈ ഫാബ് ആണ്. ഇതിൽ ഏത് ഫ്ലോറിലും നിന്നിട്ട് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കടക്കാർക്ക്. അല്ലാത്ത നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ അവർക്ക് ഒരു ഫ്ലോർ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസ് കാണാം. അതിൽ നിന്ന് ഒരു പീസ് പർച്ചേസ് ചെയ്തിട്ട് അപ്പൊ അതില് വേറൊരു അംഗാവാം. അതും തന്നെയല്ല, വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ സാധാരണ റീസെല്ലുകാർക്ക് അവർക്ക് സാധാരണ പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ റീസെൽ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഫോട്ടോസ് ഒക്കെ വാട്സപ്പിൽ അയച്ചിട്ട് ഒരു കസ്റ്റമർ ഓക്കെ പറയുകയാണെങ്കിൽ ഓക്കെ പറയുന്ന ആൾക്കാർ അവിടെ കസ്റ്റമർ ബില്ലിങ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അതോടെ കട്ട് വേണ്ടി വരുമോ?
വേണ്ട. ഓക്കെ. അപ്പൊ റീസെൽ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടുന്ന് ഫോട്ടോസ് അയച്ചിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഇവിടുന്ന് തന്നെ അത് ഇപ്പൊ നമ്മുടെ ഷോപ്പുകാരല്ലാതെ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിച്ചു വരുന്ന കുറെ ആളുകളുണ്ടാവും. ചിലപ്പോൾ 100, ചിലപ്പോൾ 50, ചിലപ്പോൾ 1000. പക്ഷെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഷോപ്പ് തരാൻ പറ്റില്ല. പക്ഷേ ഈ വരുന്ന എല്ലാവർക്കും റീസെല് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ തരുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ വന്ന് ഷോപ്പിൽ ഞങ്ങളുടെ ഐറ്റം നിങ്ങൾക്ക് ഫോണിൽ കിട്ടും, വീഡിയോയും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വാട്സപ്പോ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ വഴി സെയിൽ ചെയ്യാം. ആ സെയിൽ ചെയ്യുന്ന ഐറ്റം ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഞങ്ങളുടെ ടീം തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ കൊറിയർ അയക്കും. നിങ്ങളിപ്പോൾ ഒരു ഓഫീസ് ജോബോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയോ അല്ലെങ്കിൽ വേറെ ജോബ് ചെയ്യുന്ന ആളോ എന്താണെങ്കിലും നിങ്ങൾക്ക് റീസെല് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ബിസിനസ്സിലേക്ക് വരാം. അല്ലാതെ ഒരാൾക്ക് നമ്മൾ ഷോപ്പ് കൊടുക്കും, അത് നമ്മൾ ഷോപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാവർക്കും റീസെല് ചെയ്യാനുള്ള അവസരം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷോപ്പിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. നിങ്ങൾക്ക് അതിന് ഒരിക്കലും എഫേർട്ട് ഇല്ല. കാരണം പാർസൽ ഞങ്ങൾ അയക്കും, പ്ലസ് ഷിപ്പിംഗ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. കേരളത്തിനുള്ളിലുള്ളവർക്ക് നമ്മളിപ്പോൾ ഓൺലൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പർച്ചേസ് ഇപ്പോൾ ഇതിൽ അംഗമാകാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു പീസ് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. പുറത്തുള്ളവരെല്ലാവരും ഷിപ്പിംഗ് ചാർജ് തരണം. ഓക്കെ. ഇനി ഒരു സംശയം കൂടി, ഇപ്പൊ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം, എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ ഒരു പീസ് എന്ന് പറയുമ്പോൾ ഒരു പീസിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ ആണ്, ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമർ നോർമൽ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പൊ ഷോപ്പുകാരായിട്ടുള്ളവര് നമ്മുടെ കസ്റ്റമർ അല്ല, ഇപ്പൊ എല്ലാവരും നമ്മുടെ കസ്റ്റമർ അല്ല. ഈ അല്ലാത്ത ആളുകൾക്ക് ഷോപ്പുകാർ ഒരു സെറ്റ് എന്ന് വെച്ചാൽ ഈ 4 പീസ് അത് അവർക്ക് ഇഷ്ടമുള്ള റേറ്റിന്റെ ഇഷ്ടമുള്ള സാധനം ഒരു സെറ്റ് മാത്രം. ഷോപ്പുള്ളവര് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവര് ഓൾറെഡി ബിസിനസ് ഉള്ള എല്ലാവർക്കും ഒരു സെറ്റ് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് ഇവിടെ അംഗമാകാവുന്നതാണ്. നമ്മുടെ ബില്ലിൽ മെമ്പർ ആവാം. ആ ബില്ലുകാരെ എല്ലാം നമ്മൾ ഈ സെയിലിൽ ഉൾപ്പെടുത്തും. അല്ലാതെ പുതിയതായിട്ട് വരുന്നവർ 2500 രൂപ 2500-ന് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളിവിടെ ബില്ല് ചെയ്യത്തുള്ളൂ. അങ്ങനെ 2500-ൽ സെയിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും പുതിയ ഷോപ്പിനുള്ള ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും റീസെല്ലർ ആവാം. അതിൽ നിന്ന് ഒരാൾക്ക് ജൂലൈ 20-ാം തീയതി ഞങ്ങളൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ബൊട്ടിക്ക് തരും. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു 2500 രൂപ ഐറ്റം മേടിച്ചു കഴിഞ്ഞാൽ ഒരു ബുട്ടിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. ബുട്ടിക്ക് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ആർക്കാ ഈ ഭാഗ്യം തേടി വരണ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ വെറും 2500 രൂപയ്ക്ക് ഒരു ബുട്ടിക്കും കിട്ടും. പിന്നെ എല്ലാവർക്കും അവർക്ക് ആ വാങ്ങുന്നതിനുള്ള വെറുത്തായിട്ടുള്ള ഒരു ഡ്രസ്സ് നമ്മൾ കൊടുക്കും. പിന്നെ അവർക്കൊരു ബുട്ടിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. എല്ലാവർക്കും സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കടയിലേക്ക് വരേണ്ടവര് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ബിസിനസ് ചെയ്യാനുള്ള അവസരം. ഇനി ഇവിടെ എന്തൊക്കെ കിട്ടും, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയണ്ടേ. ഇവിടെ എന്തായിട്ട് എന്താണ് നമ്മൾ മേടിക്കേണ്ടതെന്നൊന്നും അറിയണ്ടേ. നമ്മൾ കാണിക്കാം. അപ്പൊ ഇതുവരെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടില്ലാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ വീഡിയോയിൽ നമ്മുടെ ഐറ്റങ്ങൾ കാണാം. അല്ല വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാം. പിന്നെ നമ്മൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഇവിടെ നിന്ന് എന്താണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്, ഇവർ പറ്റിക്കുന്നതാണെന്നൊക്കെ അറിയാം. അപ്പൊ ഞങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ ഇടയിൽ ഓരോരോ ഡിസ്പ്ലേ ഒക്കെ കാണിച്ചു കൊടുത്തല്ലോ അല്ലെ. ഡിസ്പ്ലേ ഒക്കെ കണ്ടു ഞങ്ങൾ. അതൊക്കെ പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണാം. ആദ്യം കാണിച്ചു. ഇപ്പോഴത്തെ കോഡ് സെറ്റ് ആണ്, റയോൺ കോഡ് സെറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് അല്ലേ. ഇത് 2 പീസിന്റെ കളക്ഷൻ. നമ്മൾ പെലാസോ വിത്ത് ടോപ്പാണ്. ഇത് നമ്മൾ ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ്. ഇത് നല്ല പ്രീമിയം ക്ലോത്ത് ആണ്. പക്ഷെ ഇപ്പൊ മഴക്കാലത്ത് ലോ റേഞ്ചിൽ വരുന്ന ഐറ്റം ആണ്. ഇന്ന് കളേഴ്സ് ഉണ്ട്. ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നോക്കണമെങ്കിൽ കുറെ ഇത് ഒരു ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. ഇതില് ആക്ച്വലി പിള്ളേരെ ഓരോന്നോരോന്ന് അങ്ങോട്ട് എടുക്ക്, വേഗം സ്പീഡിൽ അങ്ങോട്ട് തുടങ്ങിയോട്ടെ. ഓരോരുത്തരോരോന്നായിട്ട് എടുത്തു. പറയും ഇങ്ങോട്ട് വാ. അതെ, ഇതെല്ലാം കോഡ് സെറ്റ് ആണ്. ഇപ്പൊ കോഡ് സെറ്റ് 3 പീസും കാണിക്കണേ മക്കളെ. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കോട്ടന്റെ കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് വെച്ചിട്ടുള്ളത്. കോഡ് സെറ്റും 3 പീസും പിന്നെ കുർത്തീസും ഉണ്ട്. ബോട്ടം വെച്ചിട്ടുണ്ട്, സാമ്പിൾ മാത്രം. ജീൻസ് ഉണ്ട്. അങ്ങനെ ഓക്കെ. ഈ ഒരു പീസ് കഴിഞ്ഞു. ഇനി അടുത്തൊരു പെട്ടെന്ന് പെട്ടെന്ന് ഇതാ. ഇത് 2 പീസിന്റെ ഒരു കളക്ഷൻ.
പിന്നെ ഇതൊക്കെ ഞാൻ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. ഇതിന്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മളിപ്പോ ഫോൺ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട്, ഷോപ്പിലേക്ക് വിളിക്കാം. അതല്ലാതെ പർച്ചേസ് ചെയ്യാനായിട്ട് വേറെ നമ്പറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൊത്തത്തില് നമ്പറുണ്ട്, നമ്പർ ആയിരിക്കും. പക്ഷെ നോർമലി എന്നെ വിളിക്കുന്നവർക്കൊക്കെ അറിയാം ഞാൻ എത്ര ടൈം എടുത്തിട്ടായാലും വിളിച്ച് എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള സ്ലീവ്ലെസ്സിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. കേരളത്തിലുള്ളവർക്കല്ലോ ലോകത്തിൽ എവിടെയുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. മെയിൻ ആയിട്ട് അപ്പൊ എന്റെ വേൾഡ് വൈഡ് കസ്റ്റമർ ഉണ്ട്, അവരൊക്കെ ഇപ്പൊ വഴക്കുണ്ടാക്കില്ലേ. നിങ്ങൾ ലോകത്ത് എവിടെ ഇരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ഈ ഇതിൽ പങ്കെടുക്കാം. പക്ഷെ ഷോപ്പ് തരുന്നത് കേരളത്തിനുള്ളിലായിരിക്കും. അതിനുള്ള കപ്പാസിറ്റി ഇപ്പൊ നമുക്കുള്ളൂ. കേരളത്തിൽ ഏത് ഭാഗത്തായാലും, കേരളത്തിലെ ഏത് ജില്ലയിലായാലും, ഏത് ജില്ലയിലായാലും അല്ലാത്തവർക്ക് ഓൺലൈൻ ആണ്. നിങ്ങൾ എവിടെ താമസിക്കുന്നത്, നിങ്ങൾക്കാണ് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത് എവിടെയാണ് ബിസിനസ് ബെറ്റർ ആവുന്ന അവർ അടുത്തുള്ള സ്ഥലത്ത്. ഇത് 2 പീസ് ആണ് കേട്ടോ. നേരെ ഡിസൈൻ അല്ലേ. ഓക്കെ, പിന്നെ അടുത്തത് ഇതൊരു വെറൈറ്റി. ഇത് ആക്ച്വലി എന്ത് സംഭവം വെച്ചാൽ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിലും എംബ്രോയിഡറി പ്രിന്റിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് പർച്ചേസ് ചെയ്യാമെന്നുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു ഐഡിയ ഹിഞ്ച് തരുന്ന. ഇവിടെ ഇതൊരു ഗിഫ്റ്റ് വീഡിയോ ആണ്, ഇതൊരു പരസ്യ വീഡിയോ അല്ല. അതെ, ഇത് ഗിഫ്റ്റ് വീഡിയോ. ഇത് ഇന്ന് 2500 രൂപയ്ക്ക് പുതിയതായിട്ട്, അത് 2 പീസ് ആയിരുന്നു കേട്ടോ നേരത്തെ. അപ്പൊ 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുട്ടിക്കാണ് സ്വന്തമായിട്ട് കിട്ടാൻ പോണേ. അപ്പൊ 2500 രൂപ ഐറ്റം, അത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം ഒരുക്കി വെച്ചാൽ എല്ലാവർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും ബിസിനസ്സുകാരാണുള്ള അവസരമാണ്. 3 പീസ് ഉണ്ട്, സിംഗിൾ ഉണ്ട്, 2 പീസ് ഉണ്ട്, വെസ്റ്റേൺ വെയർ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കണത് എന്താ, പാർട്ടി വെയറിന്റെ കളക്ഷൻ ആണ്. അവിടെ നമ്മൾ പോകും. പിന്നെ വെസ്റ്റേൺസും ഉണ്ട്, പിന്നെ സ്റ്റിച്ചിങ് കുർത്തി, അങ്ങനത്തെ ഐറ്റംസ്. അപ്പൊ നമ്മുടെ ലോക്കൽ നമ്മൾ ചെയ്യുന്ന ഐറ്റം. അപ്പൊ വീഡിയോ കണ്ട 25-ാം തീയതി തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 25-ാം തീയതി ആയി കഴിഞ്ഞാൽ രാവിലെ 10 മണിക്കാണ്. എത്ര മണിക്കാണ് കട? 10 മണി മുതൽ 9 മണിക്കാണ് കട തുറക്കുന്നത്. 10 മണി മുതലാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തന്നെ ഓടി പോകും. ഞങ്ങളുടെ കസ്റ്റമർ ആകാതിരിക്കുന്ന എല്ലാ ഷോപ്പുകാർക്കും, മാർക്കറ്റിൽ വരുമ്പോൾ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്ന എല്ലാ ഷോപ്പുകാരും വരേണ്ടതാണ്. മൈൻഡ് ചെയ്യില്ല. അപ്പൊ എന്തായാലും ഒരു ബുട്ടിക്ക് മൈൻഡ് ചെയ്യണം. അപ്പൊ ഇനി ആണുങ്ങളാണ് കണ്ടെന്ന് വെച്ചാൽ ഭാര്യമാരുടെ പേരിൽ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് ബുട്ടിക്ക്. അതിലിപ്പോ ലേഡീസ് ജെന്റ്സ് എന്നില്ല, ജെൻഡർ ഇല്ല, ആർക്കും എല്ലാവർക്കും പഴങ്കെടുക്കാണ്. പക്ഷെ നമ്മുടെ ഇവിടെ വന്ന് വാങ്ങാൻ ലേഡീസിന്റെ ഡ്രസ്സ് കേട്ടോ. ലേഡീസിന്റെ മാത്രം ഐറ്റംസ്. അമ്മയ്ക്കോ അതെ, സിസ്റ്ററിനോ ലവറിനോ വൈഫിനോ ആർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ്. അത് ബുട്ടിക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ബുട്ടിക്കാണ്. അങ്ങനെ. അപ്പൊ ഇങ്ങനത്തെ കുറെ വെറൈറ്റീസ് നമ്മൾ പെട്ടെന്ന് കാണിച്ചപ്പോ കാണിക്കുകയാണെങ്കിൽ കുറെ ഉണ്ട് കാണിക്കാൻ. ഈ ഫ്ലോർ, അപ്പൊ ഈ ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ, ഇനിയിപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഒരുക്കണത്. ആ സംഭവം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഇങ്ങനെ മൊത്തം ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചോളാം. എന്താ നടക്കുള്ളൂ, ഇത് മുഴുവൻ എടുത്ത് കാണിച്ചാൽ ഈ സൈഡും ഉണ്ട്, ആ സൈഡും ഉണ്ട്, കൊറേ ഉണ്ട് കാണിക്കാനായിട്ട്. കൊറേ ഐറ്റംസ് കാണാനുണ്ട്, കാണിക്കാനുണ്ട്. അതായത് പാർട്ടി വെയറിലൊക്കെ വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റിച്ചിങ് ആണ്. നിങ്ങളുടെ ഓൺ സ്റ്റിച്ചിങ്ങും ഉണ്ട് അല്ലേ? ഫുൾ. പിന്നെ ഓൺ പ്രൊഡക്ഷനിലുള്ള ഐറ്റംസും ഉണ്ട്. അതുപോലെ ഈ കാണുന്നത് പാന്റും ജീൻസും, ബോട്ടമും ജീൻസും സാമ്പിള് മാത്രമാണ്. പെൻസിൽ ബോട്ടം, പെലാസോ, ജീൻസ്, പിന്നെ ഓരോരുത്തരുടെ പാർസൽ പോണത് ഇങ്ങനെയാണ്. പേരുകൾ അതിൽ വരും. കുഴപ്പമുണ്ടോ? കുഴപ്പം ചിലപ്പോ കാണും, കുഴപ്പമുണ്ടാവും. അപ്പൊ കാണിക്കണ്ട. എല്ലാ കടക്കാർക്കും എന്റെ അടുത്തുള്ള കടക്കാർ ഈ കടയിൽ നിന്ന് വാങ്ങിക്കരുതെന്നല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം, ഫസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോർ. ഈ ഫ്ലോർ ആണ് നമ്മൾ പുതിയതായിട്ട് ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമാണ് സെയിൽ ഉള്ളത്. ബാക്കി എല്ലാ ഫ്ലോറും സാധാരണ പോലെ ഷോപ്പുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും. അവിടെ നിന്നൊന്നും സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് ഐറ്റം എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് മാത്രമാണ് അവർക്ക് ഐറ്റം എടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കോട്ടൺ ഉണ്ടാവും. എല്ലാം പ്രീമിയം ആയിരിക്കും. 2500 രൂപക്ക് പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം വരാൻ. അപ്പൊ ആ 2500 രൂപയ്ക്ക് നമ്മുടെ സ്വപ്നങ്ങളാണ് പൂവണിയാൻ പോണത്. അപ്പൊ ഈ 2500 രൂപയ്ക്ക് നിങ്ങൾ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഷോപ്പ്, എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ഷോപ്പ്, ലൈവ് ഷോപ്പും ബാക്കി എല്ലാവർക്കും റീസെല് ചെയ്യാനുള്ള അവസരം. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മുടെ ഷോപ്പിൽ ഇന്നിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ഐറ്റംസ് ആണിത്. കാണിച്ചു കൊടുക്കണേ. ഈ ഐറ്റത്തിന്റെ എല്ലാത്തിൻ്റെയും പിക്ചറും വീഡിയോയും ഞങ്ങൾ ഷെയർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടീമുണ്ട്. അവർ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് റീസെല് ചെയ്യാം. ഇവർ തന്നെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് പാഴ്സൽ അയച്ചു കൊടുക്കും. പാഴ്സലിന് ഷിപ്പിംഗ് ചാർജ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഓൺലൈനായിട്ട് ഷോപ്പ് തുടങ്ങാനുള്ള ഗിഫ്റ്റിൻ്റെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പർച്ചേസിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല. അത് ഫ്രീ ഷിപ്പിംഗ് ആണ്.
അപ്പൊ ഇത് ഫസ്റ്റ് ഫ്ലോർ മൊത്തം പുതിയതായിട്ട് ഷോപ്പ് ചെയ്യണവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുക്കി തുടങ്ങിയ അല്ലെങ്കിൽ തുടങ്ങുന്നുള്ളൂ നമ്മള് പാർട്ടി വെയർ ഉൾപ്പെടുത്തുന്നുണ്ട്, വെസ്റ്റേൺ വെയർ, കോട്ട് സെറ്റ്, കോട്ടൺ ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽ, ഇത്രയും സാധനങ്ങൾ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ പാർട്ടി വെയറുടെ കുറച്ച് കളക്ഷൻ ഇങ്ങനെ പിടിച്ചോ. പാർട്ടി വെയറുടെ കളക്ഷൻസ്, ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അല്ലാത്ത വെസ്റ്റേൺ വെയർസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ പാർട്ടി വെയറെ കുറച്ച് ജസ്റ്റ് ഒരു ലുക്ക് നമുക്ക് നോക്കാം. അതില് പാകിസ്ഥാനി വരുന്നുണ്ട്, നോർമൽ ആയിട്ടുള്ളത് ഉണ്ട്, ഇതൊക്കെ പ്രീമിയം റേഞ്ചിൽ വരുന്നുണ്ട്. പ്രീമിയം റേഞ്ചിൽ ഇത് ജസ്റ്റ് ഒരു എന്താണെന്നുള്ള ഒരു ലുക്ക് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത പീസ് എന്തൊക്കെ കഫ്താനുണ്ട്, പാർട്ടി വെയർ ഗൗണുണ്ട്, അങ്ങനെ വെറൈറ്റികൾ, ഗൗൺ, ഇതൊക്കെ ഇതിലൊക്കെ ഉൾപ്പെടുത്തും അല്ലെ? നമ്മുടെ ഈ ഒരു ഇതില് ഉൾപ്പെടുത്തുന്നുണ്ട്. ലെഹങ്ക വരെ ഉൾപ്പെടുത്തുന്നുണ്ട്. 5000 രൂപ വരെ വിലയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മിനിമം 2500 പർച്ചേസ് ചെയ്യണം. ഇത് കഫ്താൻ ടൈപ്പ് ആയിട്ട് വരുന്നത്, ഇത് ഗൗൺ ടൈപ്പ് ആയിട്ട് വരുന്നത്, ചുരിദാർ, ഇത് ചുരിദാറായിട്ട് വരുന്നത്, ഇതൊരു പ്രീമിയം ചുരിദാറിൽ വരുന്ന ഒരു കളക്ഷൻ. അപ്പൊ ഇതൊക്കെ എടുക്കുമ്പോ ഒരു പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം. അവിടെ ഷോപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ വരുമ്പോ അവരുടെ ഡ്രസ് സെൻസ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഡിഗ്നിറ്റി, ഡിസിപ്ലിൻ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പീസ് പർച്ചേസ് ചെയ്യുന്നത്. ഇതെല്ലാം ഓൺലൈനിലും അവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിലും ഈ ഒരു വീട്ടിലിരുന്ന് ഇതിൽ പങ്കെടുത്തിട്ട് വീട്ടിലിരുന്ന് തന്നെ അവർക്ക് സെയിലും ചെയ്യാം. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, ചെറിയ കുട്ടിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വയ്യാത്ത ആളാണ്, അവർക്ക് ഇതിനകത്ത് പങ്കെടുക്കാം. ഒരു പീസ് പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് തന്നെ സെയിൽ ചെയ്യാം. അവരതിന് ഒരു എഫേർട്ടും എടുക്കണ്ട. അവർ സെലക്ട് ചെയ്ത് സെയിലാക്കുന്ന ഐറ്റം നമ്മൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കും. അതിലും റെഡിമെയ്ഡ് ഉണ്ടാവും, അൺസ്റ്റിച്ചഡ് ഉണ്ടാവും, പിന്നെ വെസ്റ്റേൺ വെയർ ഉണ്ടാവും, കുർത്തീസ് ഉണ്ടാവും, പാർട്ടി വെയർ ഉണ്ടാവും, ലെഹങ്കാസ് ഉണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും വെച്ചാൽ ലേഡീസിന് ആവശ്യമുള്ള എല്ലാ ലേഡീസും ടീനേജിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ഫുൾ മൈ ഫാബിൽ വരാൻ പറ്റാത്തവർക്ക് പ്രിന്റ് ആൻഡ് ഡൈസിൽ വരാൻ പറ്റാത്തവർക്ക് എന്തായാലും മൊത്തത്തില് കളക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇത് ഒരു 20 ജൂലൈ 20 ജീവിതമാണ്, ആരുടെയാണ് മാറി മറിയാൻ പോകുന്നത്. ഒരാളുടെ ലൈഫ് നമ്മൾ മാറ്റിമറിക്കും, ബാക്കി എല്ലാവർക്കും സെയിൽ ചെയ്യാനുള്ള അവസരവും കൊടുക്കും. അതും ബിസിനസ് അറിയാത്തതാണെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് അവർക്ക് എങ്ങനെ, കുറെ ആളുകൾ പറയും എനിക്ക് ഷോപ്പ് ചെയ്യാൻ അറിയില്ല, എങ്ങനെ ബിസിനസ് ചെയ്യണം എന്ന് ട്രെയിൻ ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് ഞാനും എന്റെ പിള്ളേരും പോയി ഷോപ്പ് സെറ്റ് ചെയ്ത് ഉദ്ഘാടനം വരെ നമ്മൾ എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. ട്രെയിനിങ് ഫ്രീ ആണ്. പിന്നെ ഷോപ്പ് കിട്ടുമ്പോൾ ഞെട്ടലായി പോവില്ല. ഞെട്ടൽ തന്നെയല്ല, ട്രെയിനിങ് എടുത്തോ മസ്റ്റ് ആയിട്ട്. എന്താ സംഭവം എന്നറിയാം, എന്താ പറയാ, ലൈഫില് ഞാൻ കുറച്ചു പേരെ കണ്ടിട്ടുള്ളൂ. അതിലത്തെ ഒരു വ്യക്തി എന്നും പറയാൻ വേണമെങ്കിൽ 1 മാസം കൊണ്ട് രണ്ടാമത്തെ ഷോപ്പ് 1 കൊല്ലം ആവുമ്പോഴേക്കും ഒരു ബുട്ടിക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് പറയുന്നത് നമുക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടിന്റെ ഒരു വിഹിതം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോ സാധാരണ ഒരു ബിസിനസ്, അതെ, നമ്മളെല്ലാരും ഒരാൾക്ക് പറ്റില്ല, അതാണ് പറയണത്. അപ്പൊ എന്തായാലും ട്രെയിനിങ് മസ്റ്റ് ആയിട്ട് എടുത്തോട്ടാ. അപ്പൊ 1 കൊല്ലം കൊണ്ട് എന്തോരം നേട്ടം നേടി. ഓൺലൈൻ ബിസിനസ് ചെയ്യാനുള്ള സപ്പോർട്ട് ചിലപ്പോൾ നമ്മൾ റീസെല് ചെയ്യുന്നവർക്കും നമ്മൾ അവരെങ്ങനെ ചെയ്യണം, കസ്റ്റമറിലേക്ക് എങ്ങനെ എത്തിക്കണം, ഇ കൊമേഴ്സ് എല്ലാം നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ജോബ്. അപ്പൊ ഓഗസ്റ്റ് ജൂലൈ 20-ാം തീയതി മുതൽ, അപ്പം ഷോപ്പ് കിട്ടുന്നവർക്ക് ഷോപ്പ് സെറ്റ് ചെയ്യാനായിട്ടൊരു ടൈം ഉണ്ടായിരിക്കും. അല്ലാതെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ജൂലൈ 21-ാം തീയതി മുതൽ റീസെല് ചെയ്യാം. എന്റെ ഒരു സംശയമാണ്, ഇപ്പൊ ഈ ഷോപ്പ് ഉള്ളവർക്കും നമ്മളൊരു പുതിയ ഷോപ്പ് കൊടുക്കും, പങ്കെടുക്കാമല്ലോ. ഷോപ്പുള്ളവർക്ക് പങ്കെടുക്കുകയും ചെയ്യാം, റീസെല്ലും ചെയ്യാം. അത് ഞാൻ എന്താ എടുത്ത് ചോദിച്ചതെന്ന് വെച്ചാല്, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഫ്ലോർ ആണോ ഒരുക്കിക്കണെന്ന് പറഞ്ഞാൽ, അല്ലാത്തവർക്ക് എന്ന് വെച്ചാൽ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ബാക്കിയുള്ള സ്ഥിരം കസ്റ്റമറും അല്ലാതെ നമ്മുടെ ഷോപ്പുള്ള എല്ലാ കസ്റ്റമറിനും നമ്മുടെ ഗ്രൗണ്ട്, സെക്കൻഡ്, തേർഡ്, പിന്നെ പ്രിൻസ് ആൻഡ് ഡൈസ്. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കാണിച്ചാലും തരില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് കാണായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാ, ഈ ഇതില് പങ്കെടുക്കുമ്പോ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഒരു ബുട്ടിക്കാണ്. അതും ജൂലൈ 20-ാം തീയതി. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡേറ്റ് എത്രാം തീയതി തൊട്ട് എത്രാം തീയതി വരെ വെച്ചാൽ ജൂൺ 25 മുതൽ ജൂലൈ 10 വരെ ഷോപ്പുകാർക്കും ജൂലൈ 15 വരെ ഫസ്റ്റ് ടൈം ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും, അവർക്ക് റീസെൽ ചെയ്യുന്നവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ബിസിനസ് ചെയ്യാനുള്ള ഓപ്ഷൻ. വീണ്ടും പറയാണ്, അവർക്കതിന്
യാതൊരു ക്യാഷോ അല്ലെങ്കിൽ സമയമോ ഒന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും റീസെല്ലർ ആവാം. ഞങ്ങളുടെ ഐറ്റം അവർക്ക് സെയിൽ ചെയ്യാം. ഞങ്ങളുടെ ടീമാണ് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആ ഐറ്റം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഫോണോ വാട്സപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് അത് പാഴ്സലാക്കി കറക്റ്റായിട്ട് ഞങ്ങൾ എത്തിക്കും. അതിന്റെ ലാഭം നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒരു എഫേർട്ടും എടുക്കാതെ ഒരു ബിസിനസ്സിൽ പങ്കാളിയാവാനുള്ള ഒരവസരമാണ് ഞാൻ ഒരുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ബൊട്ടിക്ക്, അത് ഒരാൾക്കാണ്. ലൈവ് ബൊട്ടിക്ക് ഒരാൾക്കാണ്. വീണ്ടും വീണ്ടും പറയാം, ഈ ഒരാൾക്ക് കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് ജൂലൈ 20-ാം തീയതി നമ്മളൊരു ഇവന്റ് നടത്തുന്നുണ്ട്. ആ ഇവന്റ് ഡേറ്റ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥലം നമ്മൾ ഇപ്പൊ പറയൂല. സ്ഥലം പറയുന്നത് നമ്മൾ ജൂലൈ 15-ാം തീയതി കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അനൗൺസ് ചെയ്യും. എവിടെയാണ് സ്ഥലം, എത്ര മണിക്കാണ് ഈ ഇവന്റ് നടക്കുന്നത്. ആ ഇവന്റിന് ഞാനും ഉണ്ടാവും, എന്നോടൊപ്പം തന്നെ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു നറുക്കെടുപ്പ് ഇതിലൊന്നും എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകമായിട്ട് പറയാണ്, ഈ ഷോപ്പിന്റെ മാനേജ്മെന്റിനോ ഇവിടുത്തെ സ്റ്റാഫുകളോ ഫാമിലിയോ ഈ ഷെൽമി ചേച്ചിയോ ഇതില് പങ്കാളിയല്ല. പുറത്തുള്ള ആളുകളും ഞങ്ങളുടെ ഷോപ്പ് കസ്റ്റമേഴ്സും മാത്രമാണ് ഈ നറുക്കെടുപ്പിൽ പങ്കാളിയാവുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ നമുക്ക് ഇവന്റിനെ വെച്ചിട്ട് കാണാം. അഞ്ഞ് കാണുന്നേക്കാളും മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിന്റെ ഒരു ലുക്ക് എത്ര നേരെ ഡിസൈനർ ഡ്രസ്സാണ്. നല്ല സ്ലിം ആയിട്ടില്ലേ? ഇല്ലേ, ഒന്നുകൂടി സ്ലിം ആയിട്ടുണ്ട്. ഇത് പാനൽ കട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. ഇതില് 4 ഷെയ്ഡ് ഉണ്ട്. പാന്റ് ഉണ്ട് അതിന്റെ കൂടെ? ഇല്ല, ഗൗൺ വിത്ത് ദുപ്പട്ടയാണ്. ഞങ്ങള് പറയൂല, റേറ്റ് ഞങ്ങൾ പറയൂല. റേറ്റ് പറയൂല, അത് ഹോൾസെയിൽ ആയതുകൊണ്ടാണ് നമ്മള് റേറ്റ് പറയാത്തത്. കളർ കാണിച്ച മക്കളെ, 4 കളർ പിടിക്ക്. ഇതാ 4 ഷെയ്ഡ് പിടിക്ക്. ഷോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പിടിക്ക്. ഒരാള് പിടിക്കും. ബ്ലാക്ക് ചേച്ചിയുടെ കയ്യിലുണ്ട്. ഓക്കെ, ബ്ലാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡ് ഉണ്ട്. ഇതിപ്പോ ഇന്ന് പൊട്ടിച്ചിട്ടുള്ള വില ഞങ്ങൾ പറയൂല, ഞങ്ങൾ വില ഇപ്പൊ ഇട്ടിട്ടില്ല. ഇപ്പൊ ഷോപ്പുകാർക്ക് ആർക്കെങ്കിലും വില അറിയണമെങ്കിൽ നമ്പർ ഉണ്ടല്ലോ, സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി കാര്യങ്ങൾ. അപ്പൊ ഇതിൽ പാന്റ് ഇല്ല, 2 പീസിന്റെ ഒരു കളക്ഷൻ വല്ല. ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇനി ആ ഡമ്മേലത്തെയും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഒരു 2 ഫ്ലോറും കൂടി കാണിച്ചു തരാം. പിന്നെ പ്രിൻസ് ആൻഡ് ഡൈസും കൂടി പോയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അതെ. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതൊരു പ്രീമിയം കളക്ഷനിൽ വരുന്ന 3 പീസ് സെറ്റ് ആണ്. അത് ഗൗൺ വിത്ത് ദുപ്പട്ടയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. നല്ല അടിപൊളി വർക്ക് ആയിട്ടുണ്ട് അല്ലെ? നല്ല മുത്തൊക്കെ പിടിപ്പിച്ചിട്ട് ചാർട്ട് ഉണ്ടായിരിക്കും. ഇത് 4 കളേഴ്സ് ഉണ്ട് അല്ലെ? ഇതിന്റെ 4 കളേഴ്സ്. അപ്പൊ ഇതിന്റെ 3 കളർ എവിടെയാന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. അതെ, ബാക്കി കളറുകൾ സസ്പെൻസ്. ആ 4 കളറിൽ ഒരു കളർ ഞങ്ങൾ കാണിച്ചു, ഡിസൈൻ കാണിച്ചു. ഇനി 3 കളർ കാണണമെങ്കിൽ നിങ്ങൾ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. ഇനി നമ്മൾ ബാക്കി 2 ഫ്ലോറും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണിച്ചു തരാം. ഞങ്ങൾ പാർട്ടി വെയർ മാത്രമല്ല ഈ ഫ്ലോറിൽ തരിക, എല്ലാ ഐറ്റവും ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യും. 25-ാം തീയതി ആവുമ്പോഴേക്കും ഞങ്ങൾ ഇതിൽ കോട്ടൺസ് ഉണ്ടാവും, വെസ്റ്റേൺ ഉണ്ടാവും, പാർട്ടി വെയർ ഉണ്ടാവും, ലെഹങ്കാസ് ഉണ്ടാവും. അങ്ങനെ ഒരു കസ്റ്റമർ വന്നാൽ അവർക്ക് ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്യാൻ പാകത്തിന് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ ഞാൻ ഈ പാർട്ടി വെയർ പോയി വാങ്ങിയിട്ട് വന്നിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട. എല്ലാ ഐറ്റവും നമ്മളത് സെറ്റ് ചെയ്യും. ചുരിദാർ മെറ്റീരിയൽ അടക്കം എല്ലാം അവർക്ക് ഇഷ്ടമുള്ള. എന്താ പറയാ, നിങ്ങളൊരു പുതിയ ബൊട്ടിക്കിന്റെ ഓണറാവും. സാധാരണ എല്ലാവരും കാർ കാറ് തരാം, ഒരു ഉടുപ്പ് തരാം, ഡിസ്കൗണ്ട് തരാം, അങ്ങനെയൊന്നുമില്ല. ഒരു ബൊട്ടിക്ക് തരാം. ഒരു പെണ്ണല്ല ആണായാലും ഒരു ജീവിതം മാറ്റിമറിക്കുകയാണ് നമ്മുടെ മൈ ഫാബിലത്തെ ഓണർ. ഇനി നമുക്ക് മുകളിലേക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണ്. ഇവിടെ നമ്മൾ ലെഹങ്കയും വെസ്റ്റേൺ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ലെഹങ്ക ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിംഗിൾ ആയിട്ട് അവർക്ക് ഒരു ലെഹങ്ക വേണമെങ്കിൽ ലെഹങ്ക, ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ലെഹങ്ക എടുക്കാം. വേറെ ഒരു എക്സ്ട്രാ എടുത്ത് അവരുടെ പൈസ കളയേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു ലെഹങ്ക എടുക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഗൗൺ വെസ്റ്റേൺ വെയറിന്റെ ഫുൾ ഗൗൺ അതും നമ്മളുണ്ട്. പിന്നെ സ്കേർട്ട്, ടോപ്പ്, ജാക്കറ്റ് അങ്ങനെ വരുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഡിസ്പ്ലേ ഉള്ള ഐറ്റം. പിന്നെ റോംബർ, ഡെനിം റോംബർ, ഇതൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്യണില്ല. ഫുൾ ഗൗൺ ഉണ്ട്. അപ്പൊ ഇവിടെ വെസ്റ്റേൺ വെയർസ് ആണ് മെയിൻ ആയിട്ട് കസ്റ്റമർ എടുത്തിട്ടേക്കുന്ന ഐറ്റം. ഇതുപോലത്തെ വെസ്റ്റേൺ, ഇത് കോഡ് സെറ്റ് കേട്ടോ. ഇത് നമുക്ക് കുറെ ഭയങ്കരമായിട്ട് ക്വാണ്ടിറ്റി വിറ്റ പെട്ടെന്ന് സെയിലായി പോയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അല്ലെ? അപ്പൊ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് വെസ്റ്റേൺ ചെയ്യണം. ഇതൊക്കെയാണ് ടോപ്പില് നമുക്ക് സ്റ്റിച്ചിങ് ആണ്.
ഓക്കെ. സ്റ്റിച്ചിങ് വെച്ചാൽ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന നോർമൽ ലോക്കൽ ഇവിടെ ചെയ്യുന്ന ഐറ്റാണ് മുകളിലുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ് ഒന്ന് കണ്ടിട്ട് പോയാൽ സ്റ്റിച്ചിങ് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാം. സ്റ്റിച്ചിങ്ങിൽ വരുന്ന എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന എറണാകുളത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഈ കാണുന്ന ഫ്ലോർ. എന്ന് വെച്ചാൽ കേരളത്തിലുള്ള ആൾക്കാരുടെ ലൈനിങ് മസ്റ്റായിട്ട് ലൈനിങ് വേണം, പിന്നെ ഓഫീസ് വെയർ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതെല്ലാം. പിന്നെ ടീനേജിന്റെ ഫ്രോക്ക്, പിന്നെ സ്റ്റോളുകള്, ഇതെല്ലാം സ്റ്റോളാണ്. സ്റ്റോള് കുറെ കളേഴ്സിൽ ഇങ്ങനെ ഉണ്ട്. ഇതല്ലാതെ കുറെ കളറുകളുണ്ട്. ഇത് ഈ കാണുന്നത് അല്ലേ? ഇത് സ്റ്റിച്ചിങ്ങിൽ പെടൂല അല്ലേ? ഇത് സ്റ്റിച്ചിങ്ങിൽ പെടൂല. പിന്നെ ഇത് പ്രീമിയം ദുപ്പട്ടയാണ്. അജ്രക്കിന്റെ പ്രിന്റ് ഉള്ള പ്രീമിയം ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ട അന്വേഷിക്കുന്ന കുറെ ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ ദുപ്പട്ടാസ് മാത്രമായിട്ട് കിട്ടും. ദുപ്പട്ടയുണ്ട് നമുക്ക്. ദുപ്പട്ടയ്ക്ക് കുറച്ച് കളക്ഷൻ ഉണ്ട്. നമ്മൾ ഇതിലങ്ങനെ ദുപ്പട്ടയൊന്നും ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല. സാധാരണ പർച്ചേസ് ചെയ്യട്ടെ. ഞാൻ ലെങ്ത് കൂടി കാണിക്കാണ്. വലിയ ദുപ്പട്ടയാണ്. നല്ല വലിയ ഇത് അജ്രക്കിന്റെ പ്രിന്റ്. അതെ. അപ്പൊ ഇത് പിള്ളേര് ഒറിജിനൽ വരുന്ന ദുപ്പട്ടയാണ്. അതെ. അപ്പൊ ഈ ഒരു ഫ്ലോർ മൊത്തം നമുക്ക് സ്റ്റിച്ചിങ്ങില്, ഞാൻ സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് പറയുമ്പോ ഇവിടെ സ്റ്റിച്ചിങ് നടക്കുന്ന നമ്മൾ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിന്റെ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പൊട്ടിക്കാനുള്ള ഐറ്റംസ് ആണ്. ഇനി റേക്കാൽ ഇങ്ങനെ ഫുള്ളാണ്. ഇനി ഇത് കൂടി ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇതിനനുസരിച്ച് പൊട്ടിക്കും. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പ്രിൻസ് ആൻഡ് ഡൈസിൽ എന്താ ഉള്ളതെന്നും കൂടി നോക്കാം. ഓക്കെ. അപ്പൊ വീണ്ടും പറയാം, നമ്മുടെ ഫസ്റ്റ് ഷോപ്പ് പ്രിൻസ് ആൻഡ് ഡൈസ് ആണ്. അവിടെ തുടങ്ങിയിട്ടാണ് ശരിക്കും 1 year ആയത്. പക്ഷെ പ്രിൻസ് ആൻഡ് ഡൈസിൽ നമുക്ക് ഇങ്ങനെ സെയിൽ വെക്കാനുള്ള ടൈം ഒന്നും ഇല്ല, സ്ഥലമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ളതാണ് ഫസ്റ്റ് ഫ്ലോർ. ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾക്കുള്ളത്. ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. ഇവിടെ നിന്നാണ് ഗിഫ്റ്റും. അതെ, ഗിഫ്റ്റ് ഇവിടുന്നാണ് നമ്മുടെ തുടക്കം. ഇതാണ് പ്രിൻസ് ആൻഡ് ഡൈസ്. 1 മാസം വീഡിയോ ഇട്ട് റീച്ചായി. പിന്നെ അത് കഴിഞ്ഞ ഒരു കട തുടങ്ങി. പിന്നെ അടുത്ത കട തുടങ്ങി. ഇതാ ഇപ്പൊ 1 കൊല്ലമായി. ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഇത് കൊടുക്കണേ. ഇനി ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ നമുക്ക്? ഇതാ ഡിസ്പ്ലേ ഇപ്പൊ നിലവിൽ നമുക്ക് ആ ഷോപ്പിലും ഉണ്ട്, ഇവിടെ അവൈലബിൾ ആണ്. ഷോപ്പിൽ നിന്ന് മേടിക്കാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അകത്ത് എന്താ സംഭവം എന്ന് നോക്കാം. ഇവിടെ ആക്ച്വലി ഷോപ്പുകാർക്കാണ് പർച്ചേസ് ചെയ്യാൻ, അത് പ്രത്യേകം പറയണം. അതെ, എന്നുവെച്ചാൽ കടക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ തുടക്കം. ഇവിടെയാണ് നമ്മളിപ്പോ അവസാനിക്കുന്നത്. ഇവിടെ വന്ന് ഷോപ്പുകാർക്ക് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് സിംഗിൾ ആയിട്ട് പുതിയ ഷോപ്പ് തുടങ്ങാൻ പോകുന്നവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് മൈഫാബിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഷോപ്പുകാർക്ക് എല്ലാവർക്കും, ഇവിടെ ഇതുവരെ ചെയ്തിട്ടുള്ള ഷോപ്പുകാർക്കും പുതിയതായിട്ടുള്ള എല്ലാ ഷോപ്പുകാർക്കും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. ഒരു സെറ്റ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. നോർമലി നമ്മൾ വരുമ്പോൾ 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലാണ് ഫസ്റ്റ് ബില്ല് അടിക്കുകയുള്ളൂ. ഇതങ്ങനെയല്ല. ഒരു സെറ്റ് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇതിൽ പങ്കെടുക്കാം. ഇപ്പൊ ഞങ്ങൾ വഴക്കൊന്നും പറയില്ല. സാധാരണ ഞങ്ങൾ വരുമ്പോ വഴക്ക് പറയും. പക്ഷെ ഒരു സെറ്റ് മാത്രം വഴക്ക് പറയുന്ന വെച്ചാൽ നമ്മൾ പറ്റില്ല എന്നുള്ള ഒരു ഇത് പറയുമ്പോ തന്നെ കസ്റ്റമറിന്റെ മുഖം അങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് തെറിവിളി അതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആരും വീഡിയോയുടെ അടിയിൽ കയറി നെഗറ്റീവ് കമന്റ് ഒന്നും ഇടരുത്. അവരിടട്ടെ, അവർക്ക് അങ്ങനെയല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഷോപ്പ് തുടങ്ങാനുള്ള അവസരമുണ്ട്. ഒരാൾക്ക് ലൈവ് ഷോപ്പും ബാക്കിയുള്ളവർക്ക് റീസെല്ലറും ആവാൻ പറ്റും. മൈഫാബിലെയും പ്രിൻസ് ആൻഡ് ഡൈസിലെയും എല്ലാ ഐറ്റവും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് സെയിൽ ചെയ്യാം. ഇവർ തന്നെ അത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. ലാഭം നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തവർക്കും ഇതിൽ പങ്കെടുക്കാം. അപ്പൊ ട്രെയിനിങ് ആ കാര്യം മറക്കണ്ട. നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇവരെല്ലാരും അപ്പുറത്തെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ നോർമലി ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇവര് നന്നായിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഐറ്റം എടുത്ത് തരും. ഹായ് പറയൂ പിള്ളേരെ. അവിടെ എന്താ ജാട? ടിന്റുവിനെയൊക്കെ എല്ലാ ഷോപ്പുകാർക്കും അറിയാം. 10 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ആളാണ്. അതെ, 10 വർഷമായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഒരു 4 ഫ്ലോറായി എങ്ങനെ ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് അവരുടെ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ പകർത്തിയെടുക്കാന്ന് പറയുമ്പോ അല്ലെ, ഒരു ബുട്ടിക്കിന്റെ ഓണർ ആവാ, മുതലാളിയാവാന്ന് പറയുമ്പോ അതും 2500. അപ്പൊ അതെ, 2500 രൂപ മാത്രം മുടക്കി പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയിലെ അംഗമായിട്ട് നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് റീസെൽ ചെയ്യാനുള്ള പങ്കെടുക്കുന്ന ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. കാരണം എല്ലാവർക്കും റീസെൽ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ഒരു പണി കൂലി ഇല്ലാത്തവരാണെങ്കിൽ 2500 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ അവര്
കൊച്ചു മുതലാളിയാവാം. പിന്നെ ഗ്രൂപ്പ് ആയിട്ട് പങ്കെടുക്കാം എന്ന് വെച്ചാൽ സിംഗിൾ ആയിട്ട് ഇപ്പൊ എന്റെ 2500 രൂപ ഇല്ലെങ്കിൽ എനിക്കും എന്റെ ഫ്രണ്ട്സിനും ചേർന്ന് പങ്കെടുക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർക്ക്, അല്ലെങ്കിൽ പിന്നെ സിസ്റ്ററിലോ കസിൻസ്, അങ്ങനെ ഗ്രൂപ്പായിട്ടും അവർക്ക് ഇതിൽ പങ്കെടുക്കാം. അപ്പൊ നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ അവരുടെ പേര് എഴുതിയിട്ട് നമ്മൾ ഇടും. അപ്പൊ ആ ഗ്രൂപ്പിന് തന്നെ ആയിരിക്കും നമ്മൾ അത് കൊടുക്കുക. ഇവിടെ ഒരു കൊച്ചു മുതലാളി ഉണ്ട്, നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്ന് വേണ്ട. ഇനി എന്തെങ്കിലും നമുക്ക് പറയാണ്ട. നമ്മുടെ സ്റ്റാഫുകൾക്കും ഞങ്ങളുടെ ഇതിൽപ്പെട്ട ആർക്കും ഇതിൽ പങ്കെടുക്കാൻ അവസരമില്ല. ഞാനടക്കാട്ടോ ഇതിൽ, ഞാനും പങ്കെടുക്കുന്നില്ല, മുതലാളിമാരും ഇല്ല, ഇവിടെ സ്റ്റാഫുമാരും ഇല്ല, ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാരും ഒന്ന് വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് പറഞ്ഞെല്ലാരും. അതെ, അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഇതിൽ പങ്കെടുക്കണം. നിങ്ങൾക്കൊരു ജോബാണ് ഞങ്ങൾ തരുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്റെ ലാഭവിഹിതത്തിൽ ഒരു വിഹിതം നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തരാണ്. അപ്പൊ 25-ാം തീയതിക്ക് വേണ്ടി അതെ, 25-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്പേഴ്സ് എല്ലാം ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ആ നമ്പറിൽ മാത്രം വിളിക്കണം. ഓൺലൈനായിട്ട് 15-ാം തീയതി, ജൂലൈ 15 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വന്ന് പർച്ചേസ് ചെയ്യുന്നത് 10-ാം തീയതി വരെയാണ്, 25 മുതൽ ജൂലൈ 10 വരെ. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇവിടത്തെക്കാരാണോ? ട്രിവാൻഡ്രം വീഡിയോയിൽ എടുക്കട്ടെ? വേണ്ട, താല്പര്യമില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോയിരിക്കും. അപ്പൊ നമ്മൾ ചിലർക്ക് പ്രൈവസി. മഴക്കാലമാണ്, ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു എന്നൊന്നും കടക്കാർ വിചാരിക്കരുത്. ഒരു സെറ്റ് മാത്രം എന്ന് വെച്ചാല് ഈ ഇരിക്കുന്ന ഒരു സെറ്റ് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. അത് കടക്കാർക്ക്. അല്ലാത്തവർക്ക് ഇവിടുന്ന് ഒരു പീസ്, അവിടുന്ന് ഒരു പീസ്, അങ്ങനെ ഈ ഷോപ്പിൽ നിന്നല്ല, അപ്പുറത്തെ ഷോപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കും. അവർക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് ഒരു പീസ് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. ഷോപ്പുകാർക്ക് ഒരു സെറ്റ്, ഷോപ്പാകുമ്പോ ഒരു സെറ്റ് വേണമല്ലോ. ഹോൾസെയിൽ പ്രത്യേകം വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ 10-ാം തീയതി 15-ാം തീയതി വരെയൊക്കെയാണ്. അത് കഴിഞ്ഞ ക്ലോസിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവന്റിന്റെ എവിടെയാ സ്ഥലം കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ആർക്കാണ്, ഏത് ജില്ലക്കാർക്കാണ്, ഇന്ത്യയിൽ എവിടെയുള്ളവർക്കാണ് ഇത് കിട്ടാന്ന് ഒന്നും അറിയില്ല. അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നറുക്കെടുപ്പ് ഇങ്ങനെ എടുത്ത് അത് നമ്മൾ 20-ാം തീയതി, ജൂലൈ 20-ാം തീയതി ആണ് കേട്ടോ. അപ്പൊ സ്ഥലം 15-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കാം. പിന്നെ എന്റെ സ്റ്റോറി കൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇൻസ്റ്റാ പേജ് എന്തായാലും ഫോളോ ചെയ്ത് വെച്ചാൽ എന്നാലാണ് സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് സ്ഥലത്താണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. അപ്പൊ ഒരാള് ഞങ്ങളുടെ ഫാമിലിയിൽ മെമ്പർ ആവാൻ ഞങ്ങള് സന്തോഷപൂർവ്വം, അല്ലെ മക്കളെ? അതെ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.